ഒരു വില കൂടിയ ഫോണിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. ഇതെല്ലാം ഉപയോഗപ്രദമായ ആപ്ലിക്കേഷനുകൾ തന്നെയാണ്. എന്നാൽ ഇത് എല്ലാം ഉപയോഗിക്കണമെങ്കിൽ ആ ഫോണിൻ്റെ അകത്തുള്ള ബാറ്ററിയിൽ ചാർജ് ഉണ്ടായിരിക്കണം. ബാറ്ററി ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനുകളൊന്നും ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഫോൺ ഓഫായി പോകും. ഒരു പവർ പ്ലഗിൽ നിന്നും ഒരു ഫോൺ എങ്ങനെയാണ് തൻ്റെ ബാറ്ററി ചാർജ് ആക്കിയെടുക്കുന്നത്? ഇങ്ങനെ ആയിരിക്കണം ഓരോ ദൈവപൈതലിൻ്റെയും പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുന്നതിനോടൊപ്പം നമ്മുടെ ആത്മാവും ഉള്ളിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവത്തിനും മറ്റുള്ളവർക്കും പിന്നെ നമ്മൾക്കും നാം ഉപയോഗപ്രദമായി തീരണമെങ്കിൽ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പറഞ്ഞ ദൂത് അതേ ദൂതനെ കൊണ്ട് മാറ്റിപ്പറയിപ്പിക്കാൻ ഒരു പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഹിസ്കിയാവ് നമ്മൾക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. മരണത്തെ മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ലോകത്തിന്മേൽ ജയം നേടിത്തരാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. അസംഭവമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥനയാൽ സകലതും കഴിയും. ഓർക്കുക, പ്രാർത്ഥനാ ജീവിതം കുറയുന്നത് പിന്മാറ്റത്തിൻ്റെ ആദ്യ ലക്ഷണമാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം കുറയുന്നത് നിസ്സാരമായി എടുക്കരുത്. വിശ്വാസത്തോടെ ചെയ്യുന്ന പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ സകലതും സാധ്യം. ആമേൻ.